ഹലോ, ഇതാണ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ്, കോലഞ്ചേരി. കോളേജ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഇവിടെ MBBS അഡ്മിഷൻ ലഭിക്കാൻ വേണ്ട ലാസ്റ്റ് റാങ്ക്, ഇവിടെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റഡീസൊക്കെ എങ്ങനെയാണ് പോകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതാണ് മെഡിക്കൽ കോളേജിലോട്ടുള്ള എൻട്രൻസ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, അതായത് 23 നീറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 2102 ആണ് ലാസ്റ്റ് റാങ്ക് വന്നത്. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയപ്പോഴേക്കും 2432 റേഞ്ചിലോട്ടൊക്കെ വന്നു. ഇത് സ്റ്റേറ്റ് മെറിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. കോളേജ് ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് ആ കോട്ടവായി പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2500 ഉള്ളിൽ റാങ്കുള്ളൊരു കുട്ടിക്ക് സ്റ്റേറ്റ് മെറിറ്റ് വഴിയൊക്കെ അഡ്മിഷൻ കിട്ടാവുന്ന ഒരു കോളേജാണ്. ഇവിടെ MBBSന് 100 സീറ്റ്സ് ആണുള്ളത്. പിന്നെ അക്കാഡമിക്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അക്കാഡമിക്സൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, സ്മൂത്തായിട്ട് തന്നെ പോകും, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരമായിട്ടാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു 20 കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടാകും. അതേപോലെ നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഒരു 25 കിലോമീറ്ററൊക്കെയാണ് ഇങ്ങോട്ടുള്ള ദൂരം. നമ്മളിപ്പോൾ കോളേജിൻ്റെ അകത്ത് കയറാൻ പോവാണ്. അവിടെ നേരെ നടന്ന് റൈറ്റ് എടുത്താൽ നമ്മുടെ ഡീൻസ് ഓഫീസാണ്. നമ്മളിങ്ങോട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഉള്ള പ്രൊസീജിയേഴ്സും ഫർദർ ഇൻസ്ട്രക്ഷൻസും എല്ലാം പറഞ്ഞു തരുന്ന ഡീൻസ് ഓഫീസിൽ നിന്നാണ്. പിന്നെ നേരെ ലെഫ്റ്റിൽ നമ്മുടെ കോപ്പറേറ്റീവ് സ്റ്റോർ ഉണ്ട്. ഡീൻസ് ഓഫീസിൽ നിന്ന് നേരെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തി ആദ്യം കാണുന്നതാണ് ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. ഫസ്റ്റ് ഇയറിലെ 3 സബ്ജക്ട്സിൽ ഒന്നാണ് ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റീസ് ഇരിക്കുന്ന ഫാക്കൽറ്റീസിൻ്റെ റൂമും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ് സെമിനാർ റൂമും. ഈ കാണുന്നതാണ് നമ്മളെ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടീസ് ബോർഡ്. നമ്മൾ ഓരോ സെമിനാറിൻ്റെ മാർക്സും ക്ലാസ് ടെസ്റ്റുകളുടെയും എക്സാമിൻ്റെയും എല്ലാ മാർക്കും അറ്റൻഡൻസ് ലിസ്റ്റും എല്ലാം ഇവിടെ ആയിരിക്കും പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. ഇത് ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നതാണ് ബയോകെമിസ്ട്രി ലാബ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് ക്ലോസ്ഡ് ആണ് ഇപ്പോൾ. സോ ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മളെ എക്സ്പെരിമെൻറ്റ്സ് പ്രാക്ടിക്കൽസ് എല്ലാം ചെയ്യണം ഇവിടെ ആയിരിക്കും. ഫസ്റ്റ് ഇയർ ആവുകൊണ്ട് നല്ല രീതിക്ക് സെമിനാർ ഉണ്ടാവും. പെർ മന്ത് ഓരോ സെമിനാർ വെച്ചുണ്ടാവും. ഇതിൻ്റെ എല്ലാ മാർക്സ് ഇൻറ്റേർണൽ മാർക്കിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. സോ ലൈക്ക് മര്യാദക്ക് പഠിച്ചിട്ടൊക്കെ പോകാൻ നോക്കണം. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി നെക്സ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നതാണ് നമ്മളെ കോൺഫറൻസ് ഹാള്. നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കോളേജിൽ നടക്കുന്ന മെയിൻ ഇവൻറ്റ്സ് എല്ലാം ഒഫീഷ്യൽ ആൻഡ് അൺഒഫീഷ്യൽ പരിപാടീസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം നടക്കുന്നത് ഇവിടെയാണ്. ഈ കോൺഫറൻസ് ഹാളിൻ്റെ ഇവിടെ ഈ സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മളെ ലെക്ചർ ഹാൾസ്, അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എല്ലാവരും ലെക്ചർ ഹാൾസ് എല്ലാം ഈ ഫ്ലോറിലാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ഫസ്റ്റ് ഇയറിൻ്റെ ലെക്ചർ ഹാൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെക്ചർ ഹാളിന് അനാറ്റമി ലെക്ചർ ഹാൾ എന്നാണ് പറയുക. അൺഫോർച്ചുനേറ്റ്ലി അവിടെ റിനോവേഷൻ വർക്ക് കാരണം ക്ലോസ്ഡ് ആണ് ഇപ്പോൾ. സോ അതിൻ്റെ വീഡിയോ ഫുട്ടേജസ് ഇപ്പോൾ കിട്ടാനില്ല. അനാറ്റമി ലെക്ചർ ഹാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മളെ ബാഡ്മിൻ്റൺ കോർട്ട്. ബാഡ്മിൻ്റൺ കോർട്ട് അതും ഒരു സ്മോൾ ഓഡിറ്റോറിയം കൈൻഡ് ഓഫ് രീതിക്കാണ് അതും മേക്ക് ചെയ്തിരിക്കുന്നത്. സോ അവിടെ ലൈക്ക് അവിടെയും ചെറിയ രീതിക്കുള്ള പരിപാടികളും ഫങ്ഷൻസും എല്ലാം നടക്കാറുണ്ട്. പിന്നെ 2 ബാഡ്മിൻ്റൺ കോർട്ട്സ് ഉണ്ട്. ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ്. ഈ ഫ്ലോറിൽ നിന്ന് നേരെ താഴെ ഇറങ്ങിയ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിലെത്തും. ഫസ്റ്റ് ഇയറിലെ സബ്ജക്ട്സ് ആണല്ലോ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ഒരു സബ്ജക്റ്റാണ് അനാട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലോറിന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ പ്രൊഫസേഴ്സൊക്കെ ഇരിക്കുന്ന റൂമുണ്ട്. അതേപോലെ നമ്മൾ നേരെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്റോ ലാബ് കാണാം. നമ്മളെ ഹിസ്റ്റോളജി ഡയഗ്രാംസൊക്കെ നമ്മൾ അവിടെ മൈക്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതിന് മുന്നേ നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ റൂമുണ്ട്.
ഉള്ള സ്റ്റെയർസ് നമ്മൾ നേരെ ഇറങ്ങിയാൽ നമ്മുടെ ഡിസ്കഷൻ ഹാളിൻ്റെ ഭാഗത്തോട്ടെത്തും. നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഏറ്റവും നമ്മുടെ നല്ല മെമ്മറീസൊക്കെ ഉള്ള സ്ഥലം എന്ന് പറയുന്ന ഡിസെക്ഷൻ ഹാൾ. പിന്നെ ഇവിടെ നമുക്കൊരു അനാട്ടമി മ്യൂസിയം ഉണ്ട്. ഈ അനാട്ടമി മ്യൂസിയത്തിൽ ഒരുപാട് സ്പെസിമെൻസും കാര്യങ്ങളെല്ലാം നമുക്കവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡിസെക്ഷൻ ഹാളിലോട്ട് കയറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ഫോണ്, മറ്റ് സാധനങ്ങൾ, ബുക്സ് എല്ലാം ഓരോരുത്തർക്ക് ഓരോ ലോക്കേഴ്സ് ഉണ്ടാവും. അതിൻ്റെ അകത്തിട്ട് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസെക്ഷൻ ഹാളിലോട്ട് വൈറ്റ് കോട്ടൊക്കെ ഇട്ട് കയറുക. അനാറ്റമി ഡിസെക്ഷൻ ഹാളിൽ നിന്നും നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണിത്. ഇതിൽ നമുക്ക് നേരെ മെസ്സിലേക്ക് എത്താനും പറ്റും. പക്ഷെ ഇപ്പോൾ നമ്മൾ മെസ്സിലേക്കല്ല പോകുന്നത്, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. ഇപ്പം നമ്മൾ നേരെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ ലൈബ്രറിയുടെ എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ റീഡിംഗ് റൂം എന്നും പറയാറുണ്ട്. ഇവിടെ ഫിംഗർ പ്രിൻ്റ് ആക്സസ് വഴിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. രാവിലെ ഒരു 6 മണി മുതൽ രാത്രി ഒരു 8 മണി വരെ ഈ സ്ഥലത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് വർക്ക്സ് ഉണ്ടെങ്കിലും, ബേസിക്കലി ഒരു പ്രൈവറ്റ് സ്പേസ് കിട്ടുന്ന പോലെ നമുക്ക് എന്ത് വർക്ക്സ് ഉണ്ടെങ്കിലും, അസൈൻമെൻറ്റ്സോ പഠിക്കാനോ എല്ലാത്തിനും നമുക്ക് ഇവിടെ വന്നിരിക്കാം. ഭയങ്കര കംഫർട്ടബിളാണ് ഇവിടെ വന്നിരിക്കാൻ. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് സെൻട്രൽ ലൈബ്രറി ആൻഡ് ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ സെൻട്രൽ ലൈബ്രറി എന്ന് പറയുന്നത്. നമുക്ക് ഏത് ബുക്ക് വേണേലും, നമ്മുടെ സബ്ജക്ട്സ് ആണോ അല്ലെന്നല്ല, മെഡിക്കൽ റിലേറ്റഡ് ഏത് ബുക്സും ഏത് എഡിഷൻസും ഇവിടെ എല്ലാ എഡിഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ എഡിഷൻസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ റിസർച്ച് പർപ്പസസിന് വേണ്ട ബുക്സും ആർട്ടിക്കിൾസും ജേർണൽസും ഒക്കെ ഇവിടെ കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ നമുക്ക് ചോദിച്ചാൽ കിട്ടും. പിന്നെ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മളെ സെൻട്രലിൽ ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മളെ ഫാക്കൽറ്റീസ് ഇരിക്കുന്നതും നമുക്ക് ഹെമറ്റോളജി എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനും എല്ലാത്തിനും ഉള്ള ഭാഗമാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് കോളേജിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. ഈ സൈഡിൽ കാണുന്നതാണ് നമ്മളെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്. കമ്മ്യൂണിറ്റി മെഡിസിൻസ് ബേസിക്കലി 3rd ഇയറിലെ സബ്ജക്റ്റ് ആണെങ്കിലും ഫസ്റ്റ് ഇയർ മുതൽ നമ്മളെ പഠിപ്പിച്ച് തുടങ്ങുന്നുണ്ട്. ഇവിടെയാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഉണ്ട്. അതായത് നമ്മുടെ മെസ്സ് ഇതിന് നേരെ മേലെയാണ്, അത് കാണിക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അഡീഷണലായിട്ട് എന്തെങ്കിലും ക്യാഷ് കൊടുത്ത് മേടിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഐസ്ക്രീംസോ ജ്യൂസസോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് കുറേ ഐറ്റംസ് നമുക്ക് യമ്മിൽ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന പാർക്കിംഗ് ഏരിയ ഇപ്പോൾ പേ പാർക്കിങ്ങാണ്. നേരത്തെ അതൊരു ലോണായിരുന്നു, ഇപ്പോൾ അത് പാർക്കിംഗ് ഏരിയ ആക്കി. നിങ്ങൾ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കോർട്ടാണ്. പിന്നെ ഇവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ലൊരു സ്ഥലമാണ്. ഊഞ്ഞാലും കാര്യങ്ങളും ബർത്ത്ഡേ പാർട്ടീസൊക്കെ നടത്താറുണ്ട് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ. പിന്നെ ഈ വഴി നമുക്ക് നമ്മുടെ മെയിൻ സ്പോർട്സ് ഗ്രൗണ്ടിലോട്ട് നമുക്ക് പോയി നോക്കാം. നമ്മളെ മെയിൻ ഗ്രൗണ്ട് എത്താനായി. ഇവിടെ നമ്മുടെ ആർട്സും സ്പോർട്സൊക്കെ നടക്കുന്ന സമയത്ത് സ്പോർട്സിൽ നമുക്ക് അത്ലറ്റിക്സ് ഇവൻറ്റ്സ് ഒക്കെ, അതേപോലെ ലോങ് ജമ്പ്, അതുപോലെ ഒരു വോളിബോൾ കോർട്ട് ഉണ്ട് ഇവിടെ. എല്ലാ ഇവൻറ്റ്സും ഈ മെയിൻ ഗ്രൗണ്ടിൽ നിന്നാണ് നടത്താറ്. കുറച്ച് മുന്നേ, ഒരാഴ്ച മുന്നേ വരെ ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. ബാസ്കറ്റ് ബോൾ കോർട്ടിലും വോളിബോൾ കോർട്ടാണെങ്കിലും ഗ്രൗണ്ടാണെങ്കിലും ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ ഭയങ്കര ആർട്സിൻ്റെ സ്പോർട്സിൻ്റെ ഒക്കെ ഒരു ടൈമായിരുന്നു. അപ്പോൾ അതങ്ങ് കഴിഞ്ഞെല്ലാം ഇങ്ങനെ ശാന്തമായിട്ട് നിൽക്കുന്ന സമയമാണ്. പിന്നെ ഇവിടുന്ന് നേരെ നമുക്കിനി മെസ്സിലോട്ട് പോയി നോക്കാം.
മെസ്സിൻ്റെ ഫ്രണ്ടൊക്കെ നല്ലപോലെ ഇപ്പോൾ ആർട്സ് ഞാൻ പറഞ്ഞല്ലോ, ആർട്സ് ഇപ്പം ജസ്റ്റ് കഴിഞ്ഞോളൂ. അപ്പോൾ അതുമായിട്ടനുബന്ധിച്ച് അത്യാവശ്യം നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുമായിരുന്നു. ഇതാണ് മെസ്സിലോട്ടുള്ള എൻട്രൻസ്. ഈ മെസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ലേഡീസ് ഹോസ്റ്റൽ കാണുന്നത്. ലേഡീസ് ഹോസ്റ്റൽ എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് ഹോസ്റ്റലും ഉണ്ട്, ബാക്ക് ഹോസ്റ്റലും ഉണ്ട്. ഇവിടെ രാത്രി കാണാൻ നല്ല ഭംഗിയായിരുന്നു, ലൈറ്റ്സൊക്കെ ആയിട്ട്. ആദ്യം നമ്മൾ ഗേൾസ് വേറെ ഹോസ്റ്റലിലായിരിക്കും ഒരു 4 മാസത്തോളമൊക്കെ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരും. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വേയിലൂടെ പോയാൽ നമ്മൾ മെൻസ് ഹോസ്റ്റലെത്തും. ലേഡീസ് ഹോസ്റ്റലിൻ്റെ പോലെ തന്നെ മെൻസ് ഹോസ്റ്റലും 1 and 2 ഉണ്ട്. ആദ്യം അവരെ സെക്കൻഡ് ഹോസ്റ്റലിലാക്കും, പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഫസ്റ്റ് ഹോസ്റ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ കോളേജിൽ നിന്നും ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറാനുള്ള വഴിയാണിത്. നമ്മൾ ഈ വഴി നടന്നു കഴിഞ്ഞാൽ ആദ്യം ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് കടന്നു കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വഴിയിലൂടെയാണ് നഴ്സിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിലേക്ക് എത്തുക. നഴ്സിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിലാണ് നമ്മൾ ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തോളം അവിടെ ആയിരിക്കും താമസം ഉണ്ടാവുക. പിന്നെയാണ് അവർ മെയിൻ വുമൻസ് ഹോസ്റ്റലിലേക്ക് എത്തുക. പിന്നെ ഈ വീഡിയോ ക്ലിപ്പിങ്സ് എല്ലാം ഞങ്ങളിപ്പോൾ എടുക്കുന്ന ഒരു സൺഡേ മോർണിംഗ് ആണ്. സോ സൺഡേ മോർണിംഗ് എടുക്കുകയായതുകൊണ്ടാണ് നമുക്ക് ഈ ആസ് യു ക്യാൻ സീ ഈ ചാപ്പലിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അത്യാവശ്യം നല്ലൊരു പേഷ്യൻ്റ് ഔട്ട്ഫ്ലോ ഉള്ള ഹോസ്പിറ്റലാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 1200 ബെഡ്സൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. തൊട്ടടുത്താണ് ഫാർമസി ഉള്ളത്, മെയിൻ ഹോസ്പിറ്റലിൻ്റെ ഫാർമസി. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഗോൾഡൻ ജൂബിലി ബ്ലോക്ക് എന്ന് പറയും. ഇതിപ്പോൾ റിനോവേറ്റ് ചെയ്ത് പുതിയ ബ്ലോക്കാണ്. ഓൾമോസ്റ്റ് ഒരു 1 year ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതിലൂടെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ സൈഡിലായിട്ടൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഒരു ഔട്ട്ലെറ്റും ഉണ്ട്. സോ ഇൻ കേസ് ഓഫ് എനി എമർജൻസീസ് അത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങൾ മുന്നിൽ കാണുന്നതാണ് നമ്മളെ മെയിൻ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്.